എന്റെ ലോകനാർക്കാവലമ്മേ കാത്തുരക്ഷിക്കണേ, കളരി പരമ്പര ദൈവങ്ങളെ കാത്തുരക്ഷിക്കണേ. ആർച്ചേ, പുലർച്ചയ്ക്കുള്ള നേർച്ച വെച്ചോ? അയ്യോ അച്ഛൻ മറന്നുപോയി. നീ മലന്നുപോയി. അതെങ്ങനെയാ ഓർക്കുന്നത്? 24 മണിക്കൂർ മൊബൈലിൽ ഇങ്ങനെ തൊട്ടം തെറിപ്പിച്ചോണ്ടിരുന്നാ മതിയല്ലോ. ഇന്ന് ക്ലാസ് ഇല്ലച്ച, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇടി ക്ലാസ് ഇല്ലെങ്കിൽ വന്ന് കളരി പഠിക്കണം. ഈ വന്ന കാലം അറിയാമോ? സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ലാത്ത കാലമാണ്. അപ്പൊ കളരി പഠിക്കുന്നത് നല്ലതാണ്. നാളെ തൊട്ട് മര്യാദക്ക് രാവിലെ വന്ന് കളരി പഠിച്ചോണം. അച്ഛൻ എനിക്ക് കളരി പഠിക്കണ്ട, ഞാൻ കരാട്ടെ പഠിച്ചോളാം. നീ കരാട്ട പഠിക്കും, നീ 10 പൊറോട്ട പഠിക്കും. അച്ഛാ, കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് ഓരോ ബെൽറ്റ് കിട്ടും. എന്ത് ബെൽറ്റ്? ബ്ലാക്ക് ബെൽറ്റ്, വൈറ്റ് ബെൽറ്റ്. അച്ഛൻ അങ്ങനത്തെ വല്ല ബെൽറ്റും കിട്ടിയിട്ടുണ്ടോ? മോളെ, ഞാൻ ബെൽറ്റ് കട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏത് ബെൽറ്റ്? വയറ് കുറയാനുള്ള സോണ സ്ലിം ബ്ലാക്ക്. എന്ത് സോണ സ്ലിം ബ്ലാക്ക്? ആ, വയറ് കുറയണമെങ്കിലേ അച്ഛന് ഒരു ബെൽറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, ആദ്യം അച്ഛന്റെ തീറ്റും. നിന്റെ വായ അടക്കിയിട്ട് വേണം മര്യാദക്ക് നാളെ തൊട്ട് ക്ലാസ്സിന് വരണം കേട്ടാ. ഞാൻ വരത്തില്ല, പോടും. ഓ, ഈ നശിച്ച സാധനത്തിനെ കൊണ്ട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. വാഴയ്ക്ക് വെള്ളം ഒഴിച്ചോ? ഒഴിച്ചാശാനെ. തെങ്ങിന് തടം വെട്ടിയോ? തടം വെട്ടി ആശാനെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് തീർന്നു കേട്ടാ. സമ്മതിക്കണം, ഭയങ്കര അഭ്യാസിയാണല്ലോ. അഭ്യാസമല്ല, ഇവിടുത്തെ ഫാൻ കേടാ, കാറ്റടിപ്പിച്ചിരുക വീശി തന്നാണ്. അങ്ങനെയാണല്ലോ. ആരാ മനസ്സിലായില്ലല്ലോ? ചന്തു. കാത്തിരിക്കുവായിരുന്നോ നിന്നെ ഞാൻ? നീയാണല്ലേ വടക്കം പാട്ടിലെ ആ ചതിയൻ ചന്തു. ശങ്കുണ്ണി, ഇവന്റെ പെടലി മതിലേ വെക്ക്. അയ്യോ, പാലെടുക്കല്ലേ. ഞാൻ വടക്കം പാട്ടിലെ ചന്തു അല്ല, പിന്നെ വടക്കേ വീട്ടിലെ ചന്തു. വടക്കേ വീട്ടിലെ ചന്തു എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആശാന്റെ ശിഷ്യത്വം സ്വീകരിക്കണം, എനിക്ക് കളരി പഠിക്കണം. എന്റെ ശിഷ്യനാകണോ? ഈ മധ്യാഹ്നത്തിലോ? അതെ. ഇപ്പഴെന്തിനാണ് ഇങ്ങനെ തോന്നൽ? വേറൊന്നുമല്ല, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതിന്? പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തിന് വിലങ്ങ് തടിയായിട്ട് അവളുടെ അച്ഛനും കടാകടിയന്മാരായ 2 ആങ്ങളമാരും നിൽപ്പുണ്ട്. എനിക്ക് അവരെ തല്ലണം. എനിക്ക് ഇന്ന് കളരി പഠിച്ചിട്ട് നാളെ അവരെ തല്ലാൻ പറ്റും. ഇന്ന് കളരി പഠിച്ചിട്ട് നാളെ തല്ലാനോ? താനെന്തൊരു വെട്ടിത്തടോടെ പറയുന്നത്? ഇത് അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള സാധനമല്ല ഇത്. അതെല്ലേ? ഈ കളരി എന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. അപ്പൊ ഞാൻ താടിയും മുടിയും വളർത്തേണ്ടി വരും. അത് തപസ്, ഇത് തപസ്യ, അതായത് സമർപ്പണമാണ്. മനസ്സിലായോ? മനസ്സിലായി. ആദ്യം കളരിക്ക് വേണ്ടത് ഏകാഗ്രതയാണ്. ഞാൻ കരുതി ആദ്യം വേണ്ടത് ഫീസാണെന്നാണ്. ഫീസ് വേണം. ഫീസ് കഴിഞ്ഞിട്ട് വേണ്ട ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഏകാഗ്രത വേണം. മനസ്സിലായോ? ഉദാഹരണത്തിന് കളരി പഠിക്കാൻ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഏകാഗ്രതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. കുറഞ്ഞത് ഒരു 6 വർഷമെങ്കിലും എടുക്കും. 6 വർഷം എടുക്കും? നോക്കിയേ, 6 വർഷമായി എന്റെ കൂടെ. ഇപ്പോഴും ഒരു പൂക്കച്ചള അറിയില്ല. ഇവന് 6 വർഷമായിട്ട് ഇവനൊന്നും പഠിച്ചിട്ടില്ലേ? ഒന്നും അറിയില്ല. അന്ന് ഞാൻ പോവുകയാണ്. അയ്യോ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. 6 വർഷമായിട്ടും കളരി പഠിക്കാൻ എന്റെ കൂടെ നിന്നിട്ട് പോലും പൂർണ്ണതയിലെത്താൻ സാധിച്ചില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് കരുതി അവൻ അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ചങ്കുണ്ണി, ബ്ലോക്ക് ഒന്ന് കാണിച്ചു വിട. എങ്ങനെയാ വന്നത് താൻ? ഞാൻ ബൈക്കിലാ വന്നത്. അപ്പൊ നടക്കണ്ട, ആ ജംഗ്ഷനിലോട്ട് പോവാ. എന്തിന്? അവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത്. ബ്ലോക്ക് അവിടെ ആണെന്ന്. എടാ മണ്ട, ബ്ലോക്ക് ഒരാൾ അടിക്കാൻ വരുമ്പോൾ അത് തടയിടുന്ന വിധം. ഓ, ആ ബ്ലോക്കില്ലേ? അതെ. നിങ്ങൾ അവനെ ഒന്ന് തല്ലി നോക്കൂ. ഞാൻ തല്ലണം. നിങ്ങൾ അവനെ ഒന്ന് അടിച്ചു നോക്കൂ. അവനത് ബ്ലോക്ക് ചെയ്യുന്ന കാണിച്ചു. അവൻ ബ്ലോക്ക് ചെയ്യുന്ന കാണിച്ചു തരും. ആർച്ചേ, ആ ഉണക്കമൻ തിന്നാൻ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. ഇവനാ സൗണ്ട് ഉണ്ടാക്കണത്. കണ്ടാ, താൻ അടിച്ച അടി അവൻ അവന്റെ ഇടത് കവൾ കൊണ്ട് തടഞ്ഞത് കണ്ട. അയ്യോ, താൻ എന്നാ വേലയോടെ കാണിച്ചത്? താൻ എന്നാ അടിയാ അടിച്ചത്? ഹസൻ അടിക്കാൻ പറഞ്ഞിട്ടില്ല. തന്റെ മന്ദങ്ങ കൊണ്ട് ഈ അടിയാണോ അടിച്ചത്? ഹസൻ അടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇടോ, ഞാൻ അടിക്കാൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് അടിക്കാവോ? ഇടോ, പറഞ്ഞിട്ട് വേണ്ടേ അടിക്കാൻ? കളരിയിൽ അറിയിപ്പൊക്കെ കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. പിന്നെ കളരി പറഞ്ഞിട്ട് വേണ്ടേ അടിക്കണ്ടേ? ഓ, തനിക്കറിയില്ലല്ലോ. ഞങ്ങൾ പഠിച്ചവര് ഞങ്ങൾ പറഞ്ഞിട്ടേ അടിക്കൂ. അതാണ് കളരിയുടെ നിയമം. മനസ്സിലായോ? എനിക്കറിയില്ല. അയ്യോ, എനിക്ക് വയ്യ. അല്ല, ഇവന് അടവൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട്. ഇതൊരടവാണ്. എന്തടവ്? ഇനിയും കിട്ടാതിരിക്കാനുള്ള അടവ്. എനിക്കറിയത്തില്ല, താനെന്താന്ന് വെച്ചാ ചെയ്യും. എഴുന്നേക്കടാ, വേറെ കുഴപ്പമൊന്നുമില്ലടാ. അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മിഠായി മേടിച്ചു തരാടാ. ഐസ്ക്രീം മേടിച്ചു തരാടാ. മഞ്ച് മേടിച്ചു തരാടാ. ആശാനെ,
ദൈവനെന്തോ അടവ് കാണിക്കണത്. അടവല്ലത്, 2 എണ്ണം വേണമെന്ന് പറഞ്ഞത്. ഒന്ന് എനിക്ക് വന്നവന് മേടിച്ചു തരാ. ഓക്കെ അടിച്ച്. ഓക്കെ എന്താ ഇണ്ണിച്ച് വാടാ ഇങ്ങോട്ട്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പൊ ബ്ലോക്ക് ചെയ്യുന്ന വിധം പഠിച്ചല്ലോ. അവസാനം എനിക്ക് ഇപ്പൊ പഠിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ ആങ്ങളമാരും അച്ഛനും വരുമ്പോ എനിക്ക് അവരുടെ മുമ്പിൽ ഇങ്ങനെ നെഞ്ചും പിരിച്ച് കാര്യക്ഷമതയോടെ നിൽക്കണം. അതിനുള്ള ഒരു പവർ എനിക്ക് വേണം. അതിനുള്ളൊരു അടവുണ്ട്. അത് പക്ഷെ പെട്ടെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ എത്രയോ വർഷത്തെ ഈ പ്രയത്നം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. വേണമെങ്കിൽ ഞാനതൊന്ന് കാണിച്ചു തരാം. പഠിച്ചെടുക്കാമെങ്കിൽ അത് തന്റെ കഴിവ്. എനിക്ക് അങ്ങനത്തെ കുറച്ച് അടവുകൾ പഠിച്ചാൽ മതി. അവരുടെ നെഞ്ചും ഭരിച്ച് നിന്നാൽ എത്ര ടൺ ഇടി വന്നാലും കൂസല. അതല്ലേ, ഒരു കൂസലും ഇല്ല. താൻ പോത്തുകുത്ത് അറിയാമോ? ഇല്ല. പോത്തുകുത്ത് എങ്ങനെയാണ്? ഈ വെട്ടുപോത്ത് കുത്താൻ വരത്തില്ലേ ഇങ്ങനെ തല വെച്ച് അതേപോലെ ഓടി വന്ന എന്റെ ചങ്കത്ത് കുത്തിക്കോ. തല വെച്ച് കുത്തണം. തന്റെ ഫുൾ ആരോഗ്യം എടുത്ത് കുത്ത്. കുത്തും ഞാൻ. കുത്തും ഓടി വന്ന് കുത്ത്. ആശാനെ എന്താണ് നമ്മൾ അന്ന് കൊണ്ടുവന്ന വാളല്ലേ? ഈ വാളല്ല, അതാണ് മറ്റേ ഉടവാള്. ഇതാണോ? ആ വാളിനാണോ? കുഴപ്പമില്ല. ഈ വാള് താൻ ഇതുവരെ കുത്തിയില്ലേ? ഞാൻ കുത്തി. അയ്യോ, എന്റെ ജനല് കണ്ട് തകർത്തിട്ടേക്കുന്നു. എന്ത് പറ്റി? എന്താടോ? അയ്യോ, ചോറ് വരുന്നല്ലോ. തലയിടിച്ച് പോട്ട് തലച്ചോറ് പുറത്തു വന്നായിരുന്നു. തലച്ചോറ് കണ്ടാ ഞാൻ ചിരിക്കും. അതെന്താണത്? എനിക്കില്ലാത്ത സാധനം എവിടെ കണ്ടാലും ഞാൻ ചിരിക്കും. ഇതൊക്കെ അടവാണോ ഒഴിവാണോ എനിക്ക് മനസ്സിലാവണല്ലോ. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കാണിച്ചു തരാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആശാൻ കൊയ്തിട്ടുണ്ടോ? കൊയ്തിട്ടുണ്ടോന്നോ? കൊയ്തിട്ടുമുണ്ട്, മെതിച്ചിട്ടുമുണ്ട്. അത് കണ്ടോ? ആ കിടക്കുന്ന മൊത്തം പണ്ട് കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കൊയ്തും മെതിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ആ പണിയും പോയിടോ ഇല്ല. കൊയ്ത്ത് മെഷീൻ ഇറങ്ങിയതിന് ശേഷം അതും ഇല്ല ഇപ്പൊ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആരെങ്കിലും തല വെട്ടിയിട്ടുണ്ടാന്ന്? വെട്ടിയിട്ടുണ്ട്. എന്റെ ആശാൻ എത്ര പേരുടെ തലയെന്ന് പറയുമ്പോ വെട്ടിയിട്ടുള്ളത്. എന്നിട്ട് പോലീസ് പിടിച്ചിട്ടില്ല ആശാനാ? മുടി വെട്ടുന്നതിന് എന്തൊരു കേസ്. അത് മാത്രമല്ല, പിന്നെ ഈ ഷേവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇച്ചിരി പാവപ്പുഴ വരുമ്പോ കുറെ തെറിവിളി കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, വേറെ വിഷയമൊന്നുമില്ല. ആശാന എനിക്ക് വാൾ പ്ലേറ്റ് ആണ് പഠിക്കേണ്ടത്. എന്നാ എത്ര പ്ലേറ്റ് വേണം? പ്ലേറ്റ് അല്ല, പിന്നെ ഇങ്ങനെ വാളുകൊണ്ട് ഇങ്ങനെ. ഓ, വാൾപ്പായറ്റ്. വാളെടുത്ത് വിടറാ. ഞാൻ കാണിച്ചു തരാം. വീഴും. എന്നാ പിടിച്ചോ. എന്റെ ആശാനെ കാത്തോളണേ. ഇടത് മാറി, വലത് മാറി, ഇടത് മാറി, വലത് മാറി. ഒരു മിനിറ്റ്. ഇടത് മാറി വലത് മാറി കളിക്കാൻ ഞാൻ എന്താണ് ജോസ് കെ മാണിയാണ്? ഈ ജോസ് കെ മാണിയോ പി ജെ ജോസഫോ അതെന്റെ വിഷയമല്ല. ഇടത് മാറിയാലും വലത് മാറിയാലും ഒഴിഞ്ഞു മാറിയില്ലേ പണി കിട്ടും. മനസ്സിലായോ? ആ വാള് മേടിച്ചടാ, ഞാൻ കാണിച്ചു തരാം. ഇതെന്താണ് വല്ല പുലികളിയാണോ? നിങ്ങൾ പരസ്പരം വെട്ടണില്ല. എന്റെ അച്ഛന്റെ ഈ കളിയൊന്ന് നിർത്ത്. എന്നിട്ട് വന്ന് കാപ്പി കുടിക്കുവാ. കളിയോ? ഇത് കളരിയാണ്, അംഗം വെട്ട്. എന്താണെങ്കിലും വാ, കാപ്പി കുടിക്കാം. ആശാനെ, ഈ പെണ്ണിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവളുടെ അച്ഛനെ ആങ്ങളവരെയാണ് എനിക്ക് തല്ലേണ്ടത്. ഇവിടെ അച്ഛനെ ആങ്ങളെയാണോ നിനക്ക് തല്ലേണ്ടത്? എടാ നാറി, ഇതെന്റെ മോളാണ്. അയ്യോ, അച്ഛൻ ഇയാളെ എന്റെ പുറകെ കുറെ നാളായിട്ട് നടക്കാൻ തുടങ്ങിയത്. അത് ശരി, നീയാണ് കുറെ നാളുകൾ എന്റെ മോളെ ശല്യപ്പെടുത്തുന്നല്ലേ? അപ്പൊ എന്നെ ഇവിടെ ആങ്ങളെയാണ് നിനക്ക് തല്ലേണ്ടത്. അല്ലടാ, ചങ്കു പറയാ. ശങ്കുണ്ണി വെട്ടിയടവന്റെ പടലി. ഒഴിഞ്ഞു മാറണ്ടേ മിസ്റ്റർ, ഒഴിഞ്ഞു മാറണ്ടേ. ഒറ്റയടിക്ക് രണ്ടുപേരെ വീഴ്ത്തി. ഞാൻ കളരി പഠിച്ചേ. എടാ, നീ എന്റെ അച്ഛനെ അടിച്ചല്ലേ? നിന്നെ ഞാൻ. അപ്പൊ നീയായിരുന്നല്ലേ യഥാർത്ഥ